ഇങ്ങനെ ഒരു കടൽ യാത്ര ചെയ്യുന്നത്. കപ്പലിലൊന്നും ഇതുവരെ കയറിയിട്ടില്ല. ഞാൻ വരുന്നത് തന്നെ മാള ഭാഗത്തു നിന്നാണ്. മാള മടത്തമ്പടി എന്ന് പറയും. ആ ഭാഗത്തു നിന്ന് ഞങ്ങൾ വന്നെ. ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ 2 മക്കളും എൻ്റെ മരുമോളും 2 കുഞ്ഞു മക്കളും കൂടിയുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെയെല്ലാം ആൾക്കാരൊക്കെ വരുന്നത് കണ്ട് കപ്പലിൽ ഈ കൊച്ചു കപ്പലിൽ കയറാനുള്ളൊരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ഒരു എക്സൈറ്റ്മെൻ്റായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല നല്ല പാട്ടുകൾ, മ്യൂസിക്, ഡാൻസ്, അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ്. ഈ 4 മണിക്കൂർ എങ്ങനെ കഴിഞ്ഞു പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. അതുപോലെ തന്നെ നല്ല ഭക്ഷണം നമ്മൾക്ക് എല്ലാവർക്കും നൽകിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണുള്ളത്. ഇനിയും അടുത്ത കാലങ്ങളിലൊക്കെ എൻ്റെ ആരോഗ്യമൊക്കെ ശരിയാണെങ്കിൽ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1-2 പ്രാവശ്യം. അതും എൻ്റെ ബന്ധുക്കളെയും അയൽവക്കക്കാരെയും സുഹൃത്തുക്കളെയൊക്കെ ഒക്കെ കൂട്ടി എല്ലാവരോടും. നമ്മുടെ ഈ ജീവിതമൊക്കെ വളരെ കുറച്ചുള്ളൂ. കുറച്ച് സമയമൊക്കെ ഇതുപോലെ ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാനും പിന്നീട് നമ്മൾ കിടപ്പിലാകുന്ന കാലത്തൊക്കെ ഇതൊന്ന് ഓർക്കാനും നല്ലൊരു ഓർമ്മയായിരിക്കും. അതുകൊണ്ട് പലരെയും കൂട്ടി, പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരെയും ഞങ്ങളുടെ അയൽവക്കത്ത് വരാൻ പറ്റുന്നവരെയും അതുപോലെ സുഹൃത്തുക്കളെ എല്ലാവരെയും കൂട്ടി ഞാൻ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു യാത്ര ആഗ്രഹിക്കുന്നു. വരാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുപോലെ ഇതിൻ്റെ സംഘാടകർക്കും ഇവിടെ ഡാൻസ് കളിച്ച കുട്ടികൾക്കും അതുപോലെ പാട്ട് പാടിയ സഹോദരങ്ങൾക്കും അതുപോലെ ഇവിടെ മ്യൂസിക് നടത്തിയവർക്കും ഇവിടെ ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടി സൽക്കരിച്ച് ഞങ്ങൾക്ക് വേണ്ടത്ര സ്നേഹവും ബഹുമാനവും നൽകിയതിന് നിങ്ങളോട് എല്ലാവരോടും, സംഘാടകരോടും, ഇതിന് മാനേജ്മെൻറ്റിൻ്റെ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം, നല്ല സ്വീറ്റ് ഡ്രീംസ് ഒക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. താങ്ക് യു. ടീച്ചറായിരുന്നു അമ്മ. ഇവിടെ ടീച്ചറായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വാക്കുകളൊക്കെ അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കാൻ സാധിക്കുന്നത്. എവിടെയായിരുന്നു പറയുന്നത് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? നമ്മളൊരാള് ടീച്ചറൊക്കെ വന്ന് സംസാരിക്കും. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ എവിടെ സാറടക്കം കുട്ടികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ടീച്ചർമാരുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അല്ലേ, നിങ്ങൾ അറിയാതെ മനസ്സിൽ തന്നെ കൈയടിച്ചു പോകുന്നു. എവിടെയായിരുന്നു? എനിക്ക് ഇങ്ങനെ ഒരു അവസരം, എൻ്റെ ജീവിതത്തിലെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഒരു അവസരം തന്ന മാന്യനായ അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ജനിച്ചു വളർന്നത് കുഴൂര്, പാറപ്പുറം ആ ഭാഗത്തുള്ള ഒരു സ്ഥലത്താണ്. ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതാനുഭവം ഞാൻ പറയുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രചോദനമോ അതുപോലെ എന്തെങ്കിലും നല്ല ഒരു ഭാവിക്കുള്ള ഒരു കാര്യം തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ അത് വലിയ കാര്യമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് മലയാളം മീഡിയത്തിലാണ് സ്കൂളിൽ പോയിരുന്നത്. എൻ്റെ അമ്മ ഒരു മാനസിക രോഗിയായി മാറി. എൻ്റെ വീട്ടിൽ ഒരു മോഷ്ടാവ് വന്നു. എൻ്റെ അമ്മയുടെ മാലയൊക്കെ പറിച്ചു കൊണ്ടുപോയി. അങ്ങനെ എൻ്റെ അമ്മ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മാനസിക രോഗിയായി. എൻ്റെ പിതാവ് ഒരുപാട് ചികിത്സകളൊക്കെ നടത്തിയെങ്കിലും, അലോപ്പതി, ആയുർവേദം, അങ്ങനെ പല ചികിത്സകളും നടത്തിയെങ്കിലും എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയില്ല. ഈ 2 വർഷം മുമ്പാണ് 89ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ മരിക്കുന്നത്. ഈ പിതാവ് കുറേ ട്രീറ്റ്മെൻറ്റ് നടത്തിയെങ്കിലും സൗഖ്യം കിട്ടാത്തതിൻ്റെ പേരിൽ എൻ്റെ അപ്പം മദ്യപാനത്തിന് അടിമയായിത്തീർന്നു. ഞങ്ങൾ 3 മക്കളാണ്. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. ഒരാൾ എന്നിൽ മൂത്തത്, ഒരാൾ എന്നിൽ താഴെയാണ്. ഞങ്ങൾക്ക് സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അത്യാവശ്യം നല്ല മിഡിൽ ക്ലാസ്, നല്ല ബിസിനസ് നടത്തുകയായിരുന്നു എൻ്റെ പിതാവ്. പക്ഷേ മദ്യപാനത്തിന് അടിമയായതുകൊണ്ട് വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. അതിനിടയിൽ എൻ്റെ അമ്മയുടെ മാനസിക രോഗം വർദ്ധിക്കുകയും അവരെ ഒരു മുറിയിൽ അടച്ച് ലോക്ക് ചെയ്തിടുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു വീട്ടിൽ. എന്നിട്ടും എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം, ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഭക്ഷണം വയ്ക്കണം. അന്ന് നൗ ഐ ആം 67 years old. അന്ന് വീട്ടിലെ എല്ലാ ജോലികളും ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല. ഭക്ഷണം പാകം ചെയ്യാനും വിറക് വെട്ടി വെള്ളം കോരിയൊക്കെ ഭക്ഷണം വയ്ക്കുന്ന കാലം. ഇതിനൊക്കെ ഞാൻ തന്നെ മുൻകൈ എടുത്തിരുന്നു. എൻ്റെ മൂത്ത ബ്രദർ എന്നെ സഹായിച്ചിരുന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം ഏതാണ്ട് ഒരു 7ാം ക്ലാസ്സിലായപ്പോൾ എനിക്ക് അതിയായ ആഗ്രഹം. ഇംഗ്ലീഷിൽ ഞാൻ വളരെ പൂറായിരുന്നു. ബാക്കി എല്ലാ സബ്ജക്റ്റും എനിക്ക് നന്നായിരുന്നു. പക്ഷേ അന്ന് ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരുന്നില്ല. കാരണം മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന എനിക്ക് പല ചിന്തകളും മനസ്സിൽ കറങ്ങിയതുകൊണ്ടാകാം ഇംഗ്ലീഷ് ദാറ്റ് വാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഫോർ മീ ഇൻ ദോസ് ഡേയ്സ്.
പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറാകുമെന്ന്. പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയെങ്കിലും ഞാൻ എൻ്റെ 10ാം ക്ലാസ് കംപ്ലീറ്റ് ആക്കി, അത്യാവശ്യം നല്ല മാർക്കോടെ തന്നെ. അത് കഴിഞ്ഞ് ഗ്രാജുവേഷനും BA ഗ്രാജുവേഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കി, അത്യാവശ്യം നല്ല മാർക്ക്. അതിനുശേഷം ഞാൻ B.Ed കംപ്ലീറ്റ് ആക്കി. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു നല്ല മനുഷ്യൻ എന്നെ വിവാഹം കഴിച്ചു. എനിക്ക് 2 മക്കളുണ്ട്. ഒരു മകൻ ഇവനാണ്, ഒരു മകൻ പിന്നിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം എൻ്റെ മാരേജിന് ശേഷം എനിക്ക് മഹാരാഷ്ട്രയിൽ പോകാനുള്ളൊരു സാഹചര്യം കിട്ടി. എൻ്റെ ഹസ്ബൻഡ് അവിടെ സ്കൂൾ മാഷായിരുന്നു. അങ്ങനെ എനിക്കും അവിടെ ഒരു ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ മഹാരാഷ്ട്രയിൽ ദുലേ എന്ന് പറയും, നാസിക്കടുത്ത് ഒരു സ്കൂളിൽ എനിക്ക് ജോലി കിട്ടി. ഞാൻ 2017 അവിടെ നിന്ന് സർവീസ് കംപ്ലീറ്റ് ആക്കി റിട്ടയർ ആയിട്ട് തിരിച്ചു വന്നു. ഇവിടെ വന്ന് മക്കളുടെ 2 പേരുടെയും വിവാഹമൊക്കെ നന്നായിട്ട് നടത്തി. ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വീട് അവിടെ വെച്ചു, ഇവിടെ നാട്ടിലേക്ക് വെച്ചു. അല്പം പിന്നീട് ഞങ്ങൾ ടീച്ചിങ് ലൈനിലേക്ക് ഞങ്ങൾ 2 പേരും പോയില്ല. അല്പം ഭൂമിയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇത്തിരി പച്ചക്കറിയും ഇങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ മുളക്കിൽ നട്ട് ആ ജോലിയിൽ എൻഗേജഡായി. സ്വസ്ഥമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്. മക്കൾ 2 പേരും വിവാഹം കഴിച്ചു. അപ്പോൾ വലിയൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് ഞാൻ ഇന്ന് വരെ കടന്നു വന്നത്. ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പഠിക്കുന്ന കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അരമണിക്കൂറെങ്കിലും വീട്ടുജോലി കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ടീച്ചറേക്കാൾ വലിയ ഒരു ഉദ്യോഗസ്ഥയായി മാറുമായിരുന്നെന്ന്. പക്ഷെ ഇന്ന് അത് പല കാരണങ്ങൾ കൊണ്ട് ഞാൻ വിചാരിച്ചു, അല്ല, ആയിരക്കണക്കിന് ആൾക്കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് 36 വർഷം ടീച്ചറായിട്ട് ഞാൻ ജോലി ചെയ്തു. ഞാൻ ഇംഗ്ലീഷിലാണ് എൻ്റെ B.Ed പാസ് ക്വാളിഫിക്കേഷനെങ്കിലും ഞാൻ പഠിപ്പിച്ചിരുന്നതും പ്രധാനമായും മാത്തമാറ്റിക്സ് ആയിരുന്നു. എനിക്ക് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ടും ആ സ്കൂളിൽ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിന് ഷോർട്ടേജ് ഉള്ളതുകൊണ്ടും എനിക്കൊരു ചാൻസ് കിട്ടി. മാത്തമാറ്റിക്സിൽ വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഇന്ന് ഓർക്കുമ്പോൾ മതിരിക്കുന്ന കാര്യങ്ങളാണ് പലതും എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. അതുപോലെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ എനിക്ക് ടീച്ചറാവണമെന്നുള്ള അതിയായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നത്. നമ്മൾ പൗലോ കൊയ്ലോ എന്ന് പറയുന്ന ഒരു മഹാ എഴുത്തുകാരൻ പറയുന്നുണ്ട്, നമ്മൾ എന്ത് അതിയായി ആഗ്രഹിക്കുന്നുവോ ഈ പ്രപഞ്ചം ആ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കും, നിങ്ങളത് പൂർത്തീകരിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും ആവശ്യം നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നാം എന്താവണം, നാം എന്ത് ചെയ്യണം എന്ന് അതിയായി ആഗ്രഹിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രത്യേക മെസ്സേജ്. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഓൺലൈനിലാണെങ്കിൽ